ത്രിപുടി എന്ന് പറഞ്ഞാൽ എന്താ? 3 പുടങ്ങള് അല്ലെ? കാണുന്നവൻ, കാണപ്പെടുന്നവൻ, കാഴ്ച. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഷയജ്ഞാനങ്ങളും ത്രിപുടിയാണ്. ഗ്രാഹ്യം, ഗ്രാഹകൻ, ഗ്രഹണം. ഇതാണ് ശരിക്കും ത്രിപുടി എന്ന് പറയുന്നത്. സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, നോളജ്. ഏത് ഭാഷയിൽ പറഞ്ഞാലും 3 ഈ പ്രകൃതി. അതുകൊണ്ടാണ് ത്രികോണത്തിന് ഇത്രയും പ്രാധാന്യം. എന്താ ശ്രീചക്രത്തിൽ 43 ത്രികോണങ്ങള്? ഈ മൂന്നെണ്ണം, അതായത് 3 തലങ്ങൾ കടന്നാൽ മാത്രമേ ഏകമായിരിക്കുന്ന ബിന്ദുവില് ശിവശക്തി ഐക്യരൂപത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ത്രിപുടിയാണ്. ഈ ത്രിപുടി കൊണ്ടാണ് ലോകം ഈ പറയുന്ന പ്രാരാബ്ധങ്ങൾക്കെല്ലാം കാരണം. ഈ ത്രിപുടി എന്താ? അതുകൊണ്ടാണ് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം. അതിന് എന്ത് ചെയ്യണം? ഗുരുസേവ ചെയ്യണം അല്ലെ? ഇനി ഗുരുവിനെ സേവിച്ചുകൊണ്ട് നമുക്ക് ഈ സത്യത്തെ അറിയാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം.